ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലല്ല ഉള്ളത്, ബാംഗ്ലൂരിനടുത്തുള്ള ഹൊസൂറിലാണ്. ഹൊസൂറിൽ ഒരു അടിപൊളി ഇവൻറ്റ് നടക്കുന്നുണ്ട്, റൂമിൻ്റെ 11ാമത്തെ എഡിഷൻ. അതിൽ ഞാൻ ഒഫീഷ്യൽ മീഡിയ ആയിട്ടാണ് എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ മീഡിയയിൽ ഞാൻ കുറേ കണ്ടൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവൻറ്റ് നടക്കുന്ന അവിടെ നിന്നൊരു അറൗണ്ട് 600-700 മീറ്റർ മാറിയാണ്. അവിടെ നല്ല സൗണ്ടാണ്, എൻജിൻ്റെയൊക്കെ ഭയങ്കര റേസ് ചെയ്യുന്ന സൗണ്ടുകളും അനൗൺസ്മെൻറ്റിൻ്റെ സൗണ്ടും അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമൊക്കെയാണ്. അതുകൊണ്ട് ഇച്ചിരി മാറി വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നടക്കുന്നത് തനീജ എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എയറോനോട്ടിക്കൽസ് കമ്പനിയിലാണ്. ഇവിടെ മറ്റനേകം പ്രത്യേകതകളുണ്ട്. നമുക്ക് ആ ഓരോ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഈ എപ്പിസോഡിൽ കാണാം. റൂമിൻ്റെ 11th എഡിഷൻ റേസിംഗ് സീരീസാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പല CC കാറ്റഗറിയിലുള്ള പല പ്രൊഫൈലിലുള്ള കാറുകളും സൂപ്പർ കാറുകളും ബൈക്കുകളും സൂപ്പർ ബൈക്കുകളും മോഡിഫൈഡ് ബൈക്കുകളും മോഡിഫൈഡ് കാറുകളും ഒക്കെ ഇവിടെ വന്ന് നിരന്നിട്ടുണ്ട്. നാല് ദിവസം ഇവൻ്റ് ഉണ്ടെങ്കിലും അവസാനത്തെ 2 ദിവസമാണ് മേജർ ഇവൻറ്റ്സ് നടക്കുന്നത്. ആദ്യത്തെ 2 ദിവസം ഒരു വാമപ്പ് പോലെ കരുതാം. ആദ്യത്തെ ദിവസങ്ങളിൽ 100 cc 150 cc കാറ്റഗറിയിലുള്ള മോഡിഫൈഡ് ബൈക്കുകളുടെ റേസും വേറെ ജിംഖാന പോലുള്ള റേസിംഗ് പരിപാടികളും ഒക്കെയാണ് നടന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ കാറിൻ്റെ ഡിവിഷനായിരുന്നു. അതിൽ ഓഡി R8 പോലെയുള്ള ഹൈപ്പർ കാർസും അതുപോലെ തന്നെ സൂപ്പർ കാർസായിട്ടുള്ള പോർഷും ഫെറാറിയും എല്ലാം ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. റൂമിലോട്ട് എൻട്രി കിട്ടാൻ വേണ്ടി എനിക്ക് സഹായിച്ച ഈ വ്യക്തിയാണ് SAP എഞ്ചിനീയറായ റിസ്വാൻ ഷെരീഫ്. റൂമിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടാണ് ഈ പെർമിഷൻ റിസ്വാൻ നേടിയെടുത്തത്. അനേകം സ്റ്റേറ്റ്സിൽ നിന്നുള്ള മോഡൽസും ഒക്കെ ഈ ഇവൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ കുറച്ച് ക്ലിക്സും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒബ്വിയസ്ലി കൂടാതെ കാർ ആൻഡ് ബൈക്സ് പിക്ചേഴ്സ് അതും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തേക്കാം. സംഭവം റേസിംഗ് ഇവൻ്റ് ആണെങ്കിൽ ഞാൻ റേസിംഗ് ഒക്കെ അധികം കണ്ടില്ല. കൂടുതലും ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലായി. കാറുകളുടെയും ബൈക്കുകളുടെയും അവിടെ വന്ന ആളുകളുടെയും ആകാര സൗന്ദര്യത്തിൽ ഞാൻ അലിഞ്ഞു കയറുന്നു. അതിൻ്റെ പര്യവസാനമാണ് ഈ കാണുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ ഡ്രോൺ ഷോട്ട്സ് കാണാം. ഇതെൻ്റെ പുതിയ Air 3s എടുത്ത ഡ്രോൺ ഷോട്ട്സ് ആണ്. എന്നാൽ ഒരു ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. ഈ ഇവൻറ്റിൻ്റെ ഇടയിൽ എൻ്റെ ഡ്രോൺ ക്രാഷ് ചെയ്തു. ബിയോണ്ട് റിക്കവറി. ഞാനത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് റിപ്പയർ ചെയ്ത് ലഭിച്ചിട്ടില്ല. അത് ശരിയായി കിട്ടും എന്ന് തോന്നുന്നു. ശരിയായി കിട്ടിയാലും ഇല്ലെങ്കിലും അതിലെനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല. ചിലപ്പോൾ ഞാനൊരു പുതിയ ഡ്രോൺ എടുത്തേക്കാം.
ഇനി എടുത്താൽ ഒരു FPV ഡ്രോൺ കസ്റ്റമൈസ്ഡ് ബിൽഡ് ചെയ്തതായിരിക്കും ഞാൻ ചെയ്യുക. ഇവൻസിൻ്റെ റിസൾട്ട്സും വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ റൂമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. എൻ്റെ കുറേ വീഡിയോസ് ഹൈദരാബാദിലെ സ്പീഡ് മോട്ടോർവേസ് റേസിംഗ് ഗ്രിഡ് കൊളാബ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിനായി എൻ്റെ ഡ്രോൺ ട്യൂബ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഈ കണ്ട കാറിലും ബൈക്കിലുമൊന്നും ഈ കാറിൻ്റെയും ബൈക്കിൻ്റെയും ലോകം ഇവിടെ കഴിയുന്നില്ല. ഇനിയും മറ്റനേകം സുന്ദരവും ശക്തവുമായ കാറുകളും ബൈക്കുകളും കാണാൻ വേണ്ടി കാത്തിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് ഷെയർസ്. ബൈ അജാസ്.